യൂറോപ്യൻ രാജ്യമായ ഡെൻമാർക്കിൽ ബാങ്ക് വിളിക്ക് വിലക്ക് ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ് അവിടുത്തെ സർക്കാർ. ലൗഡ് സ്പീക്കറുകളിലൂടെയുള്ള ബാങ്ക് വിളിക്ക് നിയമപരമായ നിരോധനം ഏർപ്പെടുത്തുമെന്ന് ഡെൻമാർക്കിലെ കുടിയേറ്റ മന്ത്രി മോർട്ടൻ ബോഡ്ഖാവ് വ്യക്തമാക്കി. ഡെൻമാർക്കിലെ പാകിസ്ഥാനിനെ പോലെയാക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രജിത് മോഹനാണ് വിശദാംശങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്നും നൽകുന്നത്. പ്രജിത്ത്, ഇതിപ്പോൾ ഡെൻമാർക്കിൽ മാത്രമല്ല ലോകത്ത് പല രാജ്യങ്ങളും ബാങ്ക് വിളിക്ക് നിരോധനം ഇതിനകം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇസ്ലാമിക അധിനിവേശം ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് കിടക്കുന്ന രാജ്യങ്ങളാണ് ബാങ്ക് വിളി വേണ്ട എന്ന കടുത്ത നിലപാടൊക്കെ എടുത്തത്. അപ്പോൾ ആ പാതയിലേക്ക് ഡെൻമാർക്ക് എത്താനുള്ള സാഹചര്യം എന്താണ് പ്രജിത്ത്? ഗൗതം, ഇത്തരമൊരു നീക്കത്തിലേക്ക്, അതായത് ബാങ്ക് വിളി നിരോധിക്കാനുള്ള നീക്കത്തിലേക്ക് ഡെൻമാർക്ക് സർക്കാർ പോകുന്നുവെന്ന് വ്യക്തമാക്കിയത് ഡെൻമാർക്കിലെ കുടിയേറ്റ ഇൻ്റഗ്രേഷൻ മന്ത്രിയായിട്ടുള്ള മോർട്ടൻ ബോഡ്സ്കോവാണ്. അദ്ദേഹത്തിൻ്റെ പരാമർശം വളരെ ശ്രദ്ധേയമായിരുന്നു. കാരണം ഡെൻമാർക്കിൻ്റെ ആകാശത്ത് ബാങ്ക് വിളി മുഴങ്ങേണ്ട സാഹചര്യമില്ല, നമ്മുടെ രാജ്യം ഇസ്ലാമാബാദിൻ്റെ പ്രാന്തപ്രദേശമായി മാറാൻ അനുവദിക്കില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം വന്നത്. ഇതിന് ചരിത്രപരമായ ചില പശ്ചാത്തലങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ ഈ ഡെൻമാർക്കിലെ മുസ്ലിം ജനസംഖ്യ എന്നുള്ളത് പാകിസ്ഥാനിൽ നിന്നും മറ്റും കുടിയേറി, അതോടൊപ്പം തന്നെ സിറിയ പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്ന്, അവിടുത്തെ ആഭ്യന്തര സംഘർഷങ്ങളിൽ നിന്നൊക്കെ റെഫ്യൂജികളായി, അഭയാർത്ഥികളായി എത്തിയ ആളുകളാണ്. അവർ പിന്നീട് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും സംഭവിക്കുന്നത് പോലെ അവിടെ വലിയ ആൾക്കൂട്ടമായി മാറുകയും പിന്നീട് അവരുടെ ജനസംഖ്യ വർദ്ധിക്കുകയും ചില സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അവരുടെ ശക്തി കേന്ദ്രങ്ങളായി മാറുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. പിന്നാലെ ഇസ്ലാമിക രീതികൾ ഡെൻമാർക്കിൻ്റെ പൊതുവിടങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമവും ഇത്തരം ആളുകളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അതായത് മുസ്ലിം രീതിയിലുള്ള വസ്ത്രം, ഈ പറയുന്ന പർദ്ദ പോലെയുള്ള വസ്ത്രങ്ങൾ അത് സ്ഥിരമാക്കുക, അത് തെരുവുകളിൽ പരസ്യമായി ധരിക്കുക, ഒപ്പം പള്ളികൾ തുടങ്ങുക, മുക്കിന് പള്ളികൾ തുടങ്ങുക, അങ്ങനെയുള്ള സാധാരണ അത്തരം ആളുകൾ ചെയ്യുന്ന ഈ റെഫ്യൂജികളായി എത്തി ഈ പറയുന്ന യൂറോപ്പിൻ്റെ പല രാജ്യങ്ങളിലും ഇസ്ലാമികവൽക്കരണം നടപ്പിലാക്കുന്നത് പോലെ ഡെൻമാർക്കിലും സമാനമായ നടപടികൾ അവർ സ്വീകരിച്ചിരുന്നു. അതിന് പിന്നാലെ ഈ പള്ളികളുടെ എണ്ണം കൂടുകയും അവിടെ നിന്നൊക്കെയുള്ള ബാങ്ക് വിളികൾ സ്ഥിരമാവുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. ഒന്ന്, ഒരു പൊതുശല്യമായി വലിയൊരു വിഭാഗം ഡെൻമാർക്കിലെ പഴയ അല്ലെങ്കിൽ യഥാർത്ഥ ഡെൻമാർക്ക് സ്വദേശികളായിട്ടുള്ള ആളുകൾ അതിനെ കാണുന്നുമുണ്ട്. ഒപ്പം ഡെൻമാർക്കിൻ്റെ ഒരു തലമുറകളായി തുടർന്നു വന്ന സംസ്കാരത്തിനും അവരുടെ നഗരജീവിത ശൈലിക്കുമൊന്നും ചേരാത്ത രീതിയിലുള്ള മതപരമായ പ്രകടനങ്ങളും യോഗങ്ങളും നമാസുകളും ഒക്കെ വ്യാപിക്കാൻ തുടങ്ങിയതോടെ സ്വന്തം അസ്തിത്വം നഷ്ടമാകാൻ പോകുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് ഡെൻമാർക്കിലെ സർക്കാരിനും അവിടുത്തെ ജനങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് ഡെൻമാർക്ക് സർക്കാർ പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സ്വന്തം പൈതൃകവും ജീവിത മൂല്യങ്ങളും ഒന്നും നഷ്ടപ്പെടുത്താൻ നമുക്കാകില്ല എന്നുള്ളൊരു നിലപാടും ഈ ഡെൻമാർക്കിൽ ഇത്തരത്തിൽ ബാങ്ക് വിളി നിരോധിക്കാനുള്ള നീക്കവുമായി മുന്നോട്ട് പോകുമ്പോൾ ആ സർക്കാരിൻ്റെ പ്രതിനിധികൾ വ്യക്തമാക്കുന്നുണ്ട്. ഒരു പക്ഷേ യൂറോപ്പിലാകെ വ്യാപിക്കുന്ന, യൂറോപ്പിലാകെ വളർന്നു കയറിയിരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ ആദ്യഘട്ടത്തിൽ റെഫ്യൂജികളായി വരികയും പിന്നീട് സ്വന്തം മത നിയമങ്ങൾ അല്ലെങ്കിൽ മതരീതികൾ അത് പരസ്യമായി ആചരിക്കുകയും അത് വലിയ രീതിയിൽ പ്രചാരം നൽകുകയും കൺവേർഷൻ നടത്തുകയും ഒക്കെ ചെയ്യുന്ന രീതി, അതിനുള്ള ഒരു പ്രതികരണം എന്ന നിലയിൽ ഇതിനെ കാണാം. എന്തായാലും ഡെൻമാർക്കിൽ ആരംഭിച്ചിരിക്കുന്ന ഈ നടപടി മറ്റ് പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും വ്യാപിക്കാൻ പോകുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ബ്രിട്ടൻ പോലെയുള്ള രാജ്യങ്ങൾ യൂറോപ്പിലെ മറ്റു പല രാജ്യങ്ങളിലും വലിയ രീതിയിൽ കുടിയേറ്റക്കാരായി വന്ന് റെഫ്യൂജികളായി, അഭയാർത്ഥികളായി വന്നു കയറിയതിനു ശേഷം പിന്നീട് അവിടെ സ്ഥിരതാമസക്കാരാക്കുകയും അവിടുത്തെ പ്രാദേശിക ജനതയുടെ തൊഴിലവസരങ്ങളും മറ്റും കവർന്നെടുക്കുകയും ചെയ്തതുമായി ബന്ധപ്പെട്ട് വലിയ വികാരം ഈ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. നേരത്തെ ബ്രിട്ടൻ ബ്രെക്സിറ്റിൽ നിന്ന് പോലും അടിസ്ഥാനപരമായ കാരണമായി മാറിയ ദുരിതത്തിൽ പറഞ്ഞാൽ ഇത്തരത്തിൽ കടന്നു കയറിയിട്ടുള്ള മുസ്ലിം അഭയാർത്ഥികൾ തങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുന്നു, തങ്ങളുടെ അവസരങ്ങൾ കവർന്നെടുക്കുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ അവിടുത്തെ ജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്നതിന് പിന്നാലെയാണ്. അപ്പോൾ സമാനമായ രീതിയിൽ ഡെൻമാർക്കിലും ഈ മുസ്ലിം കുടിയേറ്റത്തിനെതിരെ മുസ്ലിം അഭയാർത്ഥികളായി വന്ന് പിന്നീട് അവിടുത്തെ ഒരു അധികാരം സ്ഥാപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിൽ, തങ്ങളുടെ മതം വളർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിൽ, ഒപ്പം തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലൊക്കെ ഡെൻമാർക്കിൽ വലിയ രീതിയിലുള്ള വികാരം വളർന്നു വരുന്നു. അതിനുള്ള ആദ്യ നടപടിയായി അവർ സ്വീകരിക്കുന്നതാണ് അവിടുത്തെ ഈ ബാങ്ക് വിളി ലൗഡ് സ്പീക്കറിലൂടെ കേൾപ്പിക്കുന്നത് അവസാനിപ്പിക്കാനുള്ള തീരുമാനം. നേരത്തെയും സമാനമായ രീതിയിൽ ഈ മത നിയമങ്ങൾ അനുസരിച്ചുള്ള ജീവിത രീതികൾക്ക് പലതിനും ഡെൻമാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. കാരണം അത് സ്വാഭാവികമായ തങ്ങളുടെ സംസ്കാരത്തിനും തങ്ങളുടെ മൂല്യങ്ങൾക്കും എതിരാണ് എന്നുള്ള തിരിച്ചറിവിലാണ് തദ്ദേശീയ ജനത അത്തരമൊരു നിലപാടിലേക്ക് പോയത്. അതിനി ഈ ബ്രിട്ടനിലൊക്കെ നമാസുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്.
എലോൺ മസ്ക് ഒരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു. ബ്രിട്ടനിലെ ഒരു നഗരത്തിൽ കൂട്ടത്തോടെ നടക്കുന്ന നമാസിൽ കറുത്ത പർദ്ദയണിഞ്ഞ ആയിരക്കണക്കിന് സ്ത്രീകൾ അണിനിരക്കുന്ന ഒരു സാഹചര്യം ബ്രിട്ടനിലെ ഒരു തെരുവിൽ, ഒരു യൂറോപ്യൻ രാജ്യത്തിൽ, ഒരു യൂറോപ്യൻ നഗരത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്തൊരു കാഴ്ചയാണ് അതെന്നുള്ളതും ഒരു സിറിയ പോലെയുള്ള സ്ഥലങ്ങളിലോ പാകിസ്ഥാൻ പോലെയുള്ള സ്ഥലങ്ങളിലോ ഒക്കെ മാത്രം കാണാൻ കഴിയുന്ന ഈ കാഴ്ചകൾ എങ്ങനെയാണ് ആധുനിക യൂറോപ്പിൽ വന്നത് എന്ന രീതിയിലുള്ള ആശങ്കകൾ പലരും പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സംഘടിതമായി റെഫ്യൂജികളായി, അഭയാർത്ഥികളായി എത്തിയ ശേഷം ഇത്തരത്തിൽ സ്വന്തം മതം വളർത്താനും സ്വന്തം മതത്തിൻ്റെ പ്രകടനത്തിനും വലിയ രീതിയിൽ ഇത്തരം ആളുകൾ ശ്രമിക്കുന്നു എന്നത് തിരിച്ചറിവ് കൂടി ലോകത്തിനുണ്ട്. എന്തായാലും ഡെൻമാർക്ക് അത്തരത്തിലൊരു നടപടിയിലേക്ക് പോയിരിക്കുന്നു. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും സമാനമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ഗൗതം, ഓക്കെ, വ്യക്തമാണ്. എന്തായാലും ഡെൻമാർക്കും ഏറ്റവും ഒടുവിൽ ബാങ്ക് വിളി നിരോധിക്കാൻ ഒരുങ്ങുകയാണ്. പല യൂറോപ്യൻ രാജ്യങ്ങളും ഇതിനകം തന്നെ ബാങ്ക് വിളിക്ക് നിരോധനം ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇസ്ലാമിക അധിനിവേശം ഒരു പൊതുശല്യമായി ആ രാജ്യത്ത് മാറിക്കഴിയുമ്പോഴാണ് ഇത്തരം നടപടികളിലേക്ക് ഓരോ രാജ്യങ്ങളും പോകുന്നത്. ഇപ്പോൾ ഡെൻമാർക്കും ഒടുവിൽ ബാങ്ക് വിളി നിരോധിക്കുന്നതിനായുള്ള ആലോചനകൾ അവിടെ ആരംഭിച്ചുവെന്ന് അവിടുത്തെ മന്ത്രി തന്നെ ഇപ്പോൾ തുറന്ന് സമ്മതിക്കുകയാണ്.